ഹായ്, വൈ ചൂസ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊമേഴ്സിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തൊട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചും ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചും ഹയർ സ്റ്റഡീസിന് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് പോകാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമായിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ എല്ലാ കോഴ്സുകളെ കുറിച്ചും ഒരു വീഡിയോയിൽ പറയൽ പോസിബിൾ അല്ല. അതുകൊണ്ട് ഓരോ കോഴ്സിൻ്റെയും പ്ലസും മൈനസും അത് പഠിക്കാനുള്ള ചിലവും എല്ലാം കൂടി കൂട്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരിക എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോയുടെ പർപ്പസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണം എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും പഠിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി. ICMAAI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് പാർലമെൻറ്റിൻ്റെ കീഴിൽ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കീഴിൽ ICMAAI എന്ന് പറയുന്ന ബോർഡ് നടത്തുന്ന ഒരു എക്സാമാണ് CMA കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിന് തന്നെ ഒരു കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, കോഴ്സ് പഠിക്കുന്നതിൻ്റേതായിട്ടുള്ള ചെറിയ ചലഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അച്ചീവ് ചെയ്തെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഈ കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ അത് പാസ്സാകും എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിങ്ങൾ ഈ വീഡിയോ കാണരുത്. കോഴ്സ് പാസ്സാവാൻ അതിൻ്റേതായ രീതിയിൽ അത് പഠിക്കേണ്ടതുണ്ട്, പഠിച്ച് എക്സാം എഴുതേണ്ടതുണ്ട്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പെട്ടെന്ന് കേട്ടതിൻ്റെ പേരിൽ ഇറങ്ങി പുറപ്പെടരുത്. കൂടുതൽ അറിഞ്ഞ് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ CMA ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്കും ചെയ്യാം, ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്കും ചെയ്യാം. പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്ക് സാധാരണഗതിയിൽ 3 ലെവലായിട്ടാണ് ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുക. അതിനകത്ത് ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ. ഇതാണ് കോഴ്സിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ. അപ്പോൾ ഫൗണ്ടേഷൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു ഏത് സ്ട്രീമിലായാലും കുഴപ്പമില്ല. സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഏത് സ്ട്രീമായാലും കുഴപ്പമില്ല. പിന്നെ ഈ കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലസ് ടുവിൻ്റെ മാർക്ക് ഒരു ക്രൈറ്റീരിയ അല്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലസ് ടു എക്സാം കഴിഞ്ഞ ഉടനെ വരുന്ന ഇതിൻ്റെ എക്സാം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എഴുതാനും പറ്റും. അപ്പോൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഒരു ക്രൈറ്റീരിയ അല്ല, പക്ഷേ തുടർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടു പാസ്സാവണം എന്നുള്ളൊരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടിൽ എല്ലാ പേപ്പറിനും A+ കിട്ടിയാൽ മാത്രമേ ഈ കോഴ്സിന് അഡ്മിഷൻ കിട്ടൂ എന്നുള്ള ഒരു കാര്യമില്ല. പ്ലസ് ടു മിനിമം മാർക്ക് വാങ്ങിച്ച് പാസ്സായാൽ പോലും ഈ കോഴ്സിന് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അങ്ങനെ ഫൗണ്ടേഷന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതിന് 6000 രൂപയാണ് ഫീസ്. രണ്ടാമത്തെ കാര്യം, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ കോച്ചിങ് സെൻറ്ററിലോ പോകേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് അങ്ങനെ പഠിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിന് സപ്പോർട്ട് വാങ്ങിക്കുന്നതിൽ എന്തില്ല, കുഴപ്പമില്ല. ഈ 6000 രൂപയ്ക്ക് പുറമെ അവരുടെ കോച്ചിങ് ഫീസ് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അത് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പല റേറ്റ് ആയിരിക്കും. ഓരോ നാട്ടിലുള്ള ജീവിത ചിലവനുസരിച്ച് അത് ഏറിയും കുറഞ്ഞും ഒക്കെ എന്ത് ചെയ്യും, ഇരിക്കും. ഇനി ഈ പ്ലസ് ടു കഴിഞ്ഞ് ഫൗണ്ടേഷൻ കോഴ്സ് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് സാധാരണഗതിയിൽ 4 സബ്ജക്റ്റുകളാണ് പഠിക്കാനുണ്ടാവുക. ഒന്ന് അക്കൗണ്ടൻസിയുടെ ബേസിക്സ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം അക്കൗണ്ടൻസിയുടെ ബേസിക്സ് ആണ്. രണ്ടാമത്തത് കുറച്ച് മാത്തമാറ്റിക്സ് ഉണ്ടാവും, കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും, ബിസിനസ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. അതേപോലെ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് നിയമങ്ങളെ ബേസിക്സും കൂടി എന്ത് ചെയ്യണം, പഠിക്കേണ്ടി വരും. ഇതാണ് പ്ലസ് ടുവിൽ ഉണ്ടാവുക. പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കുന്ന ഫൗണ്ടേഷൻ കഴിയുന്ന കുട്ടികൾക്ക് ഉണ്ടാവുക. 4 പേപ്പറായിട്ടാണ് പഠിക്കേണ്ടത്. 4 എക്സാം ഉണ്ടാവും. 4 എക്സാമും കൂടി കുട്ടിക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 200 മാർക്കാണ്. ഒരു പേപ്പർ ജയിക്കാൻ വേണ്ട മാർക്ക് 40 മാർക്കാണ്. അപ്പോൾ ഈ കോഴ്സിന് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ക്രൈറ്റീരിയയും വളരെ മിനിമമാണ്. ഇത് പാസ്സാവാനുള്ള കാര്യവും വളരെ മിനിമമാണ്. ഓക്കെ, പിന്നെ ഇത് പാസ്സായി കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ലെവലിലേക്ക് എത്തും. ഇൻ്റർമീഡിയറ്റിന് കോഴ്സ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത് 23,100 രൂപയാണ്. അതിനകത്ത് 8 സബ്ജക്റ്റാണ് പഠിക്കാനുണ്ടാവുക, അല്ലെങ്കിൽ 8 പരീക്ഷയാണ് എഴുതാനുണ്ടാവുക. ആ 8 പരീക്ഷ എഴുതുന്നതിന് പുറമെ ഈ 23,100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഓൺലൈനായിട്ട് കുറേ കാര്യങ്ങളും ഓൺലൈൻ സർട്ടിഫിക്കേഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ, ടാലി പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ്, സാപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും ഈ 23,100 രൂപയിൽ എന്താണ്, ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിനുള്ള ബെനിഫിറ്റും കൂടി കുട്ടികൾക്ക് കിട്ടും. 8 പേപ്പറിന് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആഡ് ഓൺ ആയിട്ട് എന്ത് ചെയ്യുന്നതാണ്, ലഭിക്കുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ സ്റ്റേജിലാണ് ഏറ്റവും കോറായിട്ട് പഠിക്കേണ്ടത്. കാരണം കൊമേഴ്സ് മേഖലയിൽ
നമ്മൾ പഠിക്കേണ്ടതും അപ്ലൈ ചെയ്യേണ്ടതുമായ എല്ലാ കാര്യങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സ്ഥലം ഇൻ്റർമീഡിയറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സാമിൻ്റെ ലെവൽ കുറച്ച് മേ ബി കമ്പയർ ടു നമ്മൾ ഡിഗ്രിയും പ്ലസ് ടു ഒക്കെ പഠിക്കുന്നതിനെ അപേക്ഷിച്ച് കുറച്ച് ടൈറ്റ് ആയിരിക്കും എന്ന് പറയാം. പക്ഷേ അതിൻ്റെ പ്ലസും മൈനസും എന്താണെന്നുള്ളത് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം പറയാം. എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതെന്ന് എന്ത് ചെയ്യാം പറയാം. അങ്ങനെ ഇൻ്റർമീഡിയറ്റ് എക്സാം കഴിയുകയാണെങ്കിൽ തൊട്ടടുത്ത ലെവൽ എന്ന് പറയുന്നത് ഫൈനൽ എക്സാമാണ്. ഫൈനലിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് 25,000 രൂപയാണ്. പക്ഷേ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞൊരു കുട്ടി 15 മാസം പ്രാക്ടിക്കലി നമ്മൾ ഈ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്ത് ഒരു സ്ഥാപനത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ അണ്ടറിലോ എന്ത് ചെയ്യണം, പ്രാക്ടിക്കലി വർക്ക് ചെയ്ത് പഠിക്കണം. അതിന് നമ്മൾ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയും, ആർട്ടിക്കിൾഷിപ്പ്, ഇൻറ്റേൺഷിപ്പ്, ട്രെയിനിങ് എന്ന് പറയും. ഇതിലേതെങ്കിലും ഒരു വേർഡ് ഉപയോഗിച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ എന്താണോ ബുക്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ, ആ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് റിയൽ ലൈഫിൽ പ്രാക്ടിക്കലി ബിസിനസ് മേഖലയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് നിർബന്ധമാണ്. ഇത് ചെയ്യാത്ത ചില ആൾക്കാരുണ്ട്, ഇത് ചെയ്യാതെയും ചില ആൾക്കാർ, നമുക്ക് എന്ത് കാര്യത്തിനും നേരായ ഒരു വഴിയുണ്ടെങ്കിലും മിക്ക ആൾക്കാരും വളഞ്ഞ വഴിക്കും കൂടി ഒന്നും എന്ത് ചെയ്യും പോകാറുണ്ട്. അതേപോലെ ഈ ട്രെയിനിങ് ഒക്കെ തട്ടിക്കൂട്ടി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെ തട്ടിക്കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഫ്രൂട്ടായാലും അതിന് കൃത്യമായിട്ട് മൂത്തതിന് ശേഷം പഴുക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ മൂത്ത് പഴുക്കുന്ന ഒരു ഫ്രൂട്ടാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നന്നായിരിക്കും. മൂക്കാതെ പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട് പഴുത്തിട്ടുണ്ടാകും, പക്ഷേ അതിൻ്റെ ഉദ്ദേശിച്ച ക്വാളിറ്റി എന്ത് ചെയ്യില്ല, അവൈലബിൾ ആവില്ല. അതേ പ്രശ്നമാണ് ഇവിടെയും വരുന്നത്. പിന്നെ ഫൈനൽ എക്സാം എഴുതിയ കുട്ടി പാസ്സായി കഴിഞ്ഞാൽ കുട്ടിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകൾ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉണ്ട്. അതിനകത്ത് കിട്ടുകയാണെങ്കിൽ നിലവിൽ ഒരു 6 ലക്ഷം മുതൽ 28 ലക്ഷം രൂപ വരെയുള്ള പാക്കേജിലാണ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അപ്പോൾ പല ആൾക്കാർക്കും ഒരു സംശയം, പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് മാത്രമേ ഈ കോഴ്സ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയല്ല, ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്കും ഈ കോഴ്സ് ചെയ്യാം. പക്ഷേ അതിനകത്ത് ചെറിയൊരു കാര്യമുള്ളത്, ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കോഴ്സിൻ്റെ ആവശ്യമില്ല. ഫൗണ്ടേഷൻ പഠിക്കാതെ തന്നെ ഡയറക്റ്റ് ഇൻ്റർമീഡിയറ്റിന് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അവർ ഇൻ്റർമീഡിയറ്റിന് 8 പേപ്പർ പാസ്സാവുക, ദെൻ 15 മാസം ട്രെയിനിങ്ങിന് പോവുക, ഫൈനലിൻ്റെ എക്സാം ക്വാളിഫൈ ചെയ്യുക. ഇതാണ് അവർക്കുള്ള സ്ട്രക്ചർ. പിന്നെ ഇതിന് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഓൾട്ടർനേറ്റീവും കൂടിയുണ്ട്. ക്യാറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നടത്തുന്ന സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. ആ കോഴ്സിന് വലിയൊരു വാലിഡിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, ഫാക്ട് വൈസ് പറയുകയാണെങ്കിൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. ബട്ട് അതൊരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. പ്രത്യേകിച്ച് അക്കാഡമിക്കലി മുന്നോട്ട് പോകാനൊന്നും താല്പര്യമില്ല. പ്ലസ് ടു കഴിഞ്ഞിട്ടോ ഡിഗ്രി കഴിഞ്ഞിട്ടോ പഠനം നിർത്തുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ്റെ കോഴ്സ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യാം. ബട്ട് നമ്മുടെ CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറിയൊരു കാര്യം കുട്ടികൾക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്. അഥവാ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം CMA പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അവർക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ക്യാറ്റ് എക്സാം പാസ്സാവുന്ന കുട്ടിക്കും ഇൻ്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്. ബട്ട് ക്യാറ്റ് എക്സാം കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് ഫൗണ്ടേഷന് കിട്ടേണ്ട പല ക്വാളിറ്റീസും എന്ത് ചെയ്യില്ല, കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറ്റ് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ അതിനകത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടി CMA എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ക്യാറ്റ് എക്സാം എഴുതേണ്ട കാര്യമില്ല. അത് ടൈം വേസ്റ്റിംഗ് ആണ്, മണി വേസ്റ്റിംഗ് ആണ്. കാരണം ഫൗണ്ടേഷൻ കോഴ്സിന് 6,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്, ക്യാറ്റ് കോഴ്സിന് 11,800 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ക്ലിയർ? ഒന്നും കൂടി പറയാം, ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ ഒരിക്കലും ക്യാറ്റ് എക്സാം എഴുതിയിട്ട് ഇൻ്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യേണ്ട യാതൊരു കാര്യവും നിലവിലില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകരുത്. ക്യാറ്റ് ചെയ്യൽ യാതൊരു നിർബന്ധവും ഇല്ലാത്ത കാര്യമാണ്. പ്ലസ് ടു കഴിഞ്ഞ കുട്ടി ഫൗണ്ടേഷൻ ചെയ്യാണ്ട് ഇൻ്റർമീഡിയറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാറ്റ് എക്സാം എഴുതുന്നതിന് കുഴപ്പമില്ല. അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഈ ക്യാറ്റ് എക്സാമിൽ പഠിക്കേണ്ട സബ്ജക്റ്റും ഫൗണ്ടേഷനിൽ പഠിക്കേണ്ട സബ്ജക്റ്റും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സോ ഈ ക്യാറ്റ് എഴുതി വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർമീഡിയറ്റ് കുറച്ചുകൂടി ചലഞ്ചിങ് ആയിരിക്കും എന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ. ഇനി ഈ കോഴ്സിൽ പഠിക്കാനുള്ള സബ്ജക്റ്റ് എന്തൊക്കെയാണ്, പഠിച്ചിറങ്ങിയാൽ ജോലി അന്വേഷിക്കുന്നത് എങ്ങനെ, ജോലി എന്തൊക്കെ മേഖലയിൽ കിട്ടും, അതിനെക്കുറിച്ച് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക.